ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 15-ാമത്തെ അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഈ കാലഘട്ടം എലിയാസ് ലീവാ മൂസ കാലം, സ്വർഗീയ ജെറുസലേമിനെ നോക്കി പാർത്തിരിക്കുന്ന, സ്വർഗീയ ജെറുസലേം സ്വന്തമാക്കാനായിട്ട് നമ്മളെ ഒരുക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. ഇവിടെ അനിഷേധ്യമായി നമ്മളിൽ പുലരേണ്ട ഒരു മനോഭാവത്തെക്കുറിച്ച് ഈശോ സൂചിപ്പിച്ചു വയ്ക്കുകയാണ്. ക്രൈസ്തവ ജീവിതം എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് എന്ന് കരുതുന്ന ഒരു മനോഭാവം, അതിലേക്ക് വിമർശന ബുദ്ധിയോടുകൂടി തിരിഞ്ഞു നോക്കാൻ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുക. ആചാരാനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കിയാൽ എല്ലാമായി എന്ന് കരുതുന്നു. 10 കൽപ്പനകളും തിരുസഭയുടെ 5 കൽപ്പനകളും അത് എങ്ങനെയെങ്കിലുമൊക്കെ പാലിക്കപ്പെടേണ്ടതാണ് എന്നതിനപ്പുറത്ത് സ്നേഹത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും സഹിഷ്ണുതയുടെയുമൊക്കെ ഭാവങ്ങൾ നഷ്ടപ്പെട്ടു പോയാലും കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈശോ നോക്കിക്കണ്ട യഹൂദ പാരമ്പര്യത്തിലും ഇത്തരം ദുരന്ത സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അവയെ അവിടുന്ന് കൃത്യമായി വിമർശിച്ചിരുന്നു. മാതാപിതാക്കന്മാരെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക എന്നത് 10 കൽപ്പനകളിൽ വാഗ്ദാനത്തോടു കൂടിയ ഏക കൽപ്പന. ദീർഘായുസ്സോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പുറപ്പാട് പുസ്തകം അങ്ങനെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുക. എന്നാൽ അപ്പനോ അമ്മയ്ക്കോ വേണ്ടിയിട്ട് എനിക്ക് കൊടുക്കാനുള്ളത് ഖുർബാൻ അല്ലെങ്കിൽ വഴിപാടായിട്ട് ദേവാലയത്തിൽ കാഴ്ചവെച്ചാൽ നിയമപരമായിട്ട് മാതാപിതാക്കന്മാരുടെ കാര്യത്തിൽ മക്കൾക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറയുന്ന യഹൂദ പണ്ഡിതന്മാർ സ്വരൂപിച്ചെടുത്ത ഒരു വളിപ്പൻ അല്ലെങ്കിൽ ഒരു വ്യാജ നിയമമുണ്ട്. ഈ കുർബാന എന്ന വാക്കിൽ നിന്നാണല്ലോ നമ്മുടെ കുർബാന ഉണ്ടായത്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കന്മാർ അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് ജീവിക്കാനുള്ള അവസരമൊരുക്കാതെ മരണശേഷം അവർക്ക് വേണ്ടിയിട്ട് പാട്ടുകുർബാന ചൊല്ലിച്ച് പ്രാർത്ഥിച്ചാൽ പോരാ എന്ന് തന്നെയാണ് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുക. നമുക്ക് വേണ്ടിയിട്ട് ജീവിതം ത്യജിച്ചവരാണവർ. നമ്മളാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടതകളും ഇല്ലായ്മകളും വല്ലായ്മകളുമൊക്കെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വന്നവർ. ഉള്ളായ്മകളെ പോലും ഇല്ലായ്മകൾ ആക്കി മാറ്റിയവർ ആണവർ. നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ കഴിവും പ്രാപ്തിയും ഉണ്ടായിരുന്ന നമ്മുടെ പല മാതാപിതാക്കളും കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്ത ജീവിതങ്ങളാണ് എന്ന് നമുക്കറിയാം. ആഘോഷങ്ങളും ആർഭാടങ്ങളും ഇന്നത്തെ യുവജനങ്ങളൊക്കെ നടത്തുന്ന ശൈലിയിൽ നടത്തിയിരുന്നു എങ്കിൽ ഇന്ന് നാം ഇപ്പോൾ സ്വന്തമാക്കിയ പലതും സ്വന്തമാക്കാൻ കഴിയുമായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നുപോവുക. പട്ടിണി കിടന്നും കഷ്ടപ്പാടുകൾ സഹിച്ചും രോഗങ്ങൾ വന്നപ്പോൾ ആശുപത്രിയിൽ പോകാതെയും ഒക്കെ പണം വെച്ചും പിടിച്ചും ശേഖരിച്ചുമാണ് ഇന്ന് നമ്മൾ പലരുമായിരിക്കുന്ന അവസ്ഥയിലെത്തിയത്. അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും പേരെടുത്ത് പറയാവുന്ന ഒട്ടുമിക്ക ലോക ഭൂഖണ്ഡങ്ങളിലുമൊക്കെ എത്തിച്ചേർന്ന ക്രിസ്ത്യാനി, നീ തിരിച്ചറിയണം, നിന്നെ നീയാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ ദൈന്യത. ഏറ്റവും മുന്തിയ സ്കൂളിൽ നിന്നെ വിട്ട് പഠിപ്പിച്ചു. ഉന്നത നിലവാരമുള്ള
സ്ഥാപനങ്ങളിലേക്ക് നിന്നെ പറഞ്ഞു വിട്ടു. ഇല്ലായ്മകളുടെ പെറുക്കിക്കൂട്ടിയ നാണയത്തുട്ടുകൾ കൊണ്ടാണ് അവർ നീ കടന്നുപോയ പല വഴികളും നിനക്ക് പ്രാപ്തമാക്കി തന്നു. ഇന്ന് നിന്റെ മാതാപിതാക്കൾ പലരും വേലക്കാരുടെയും ആശ്രിതരുടെയും ഒക്കെ പരിപാലനയിൽ ഒരുപക്ഷെ ആ പരിപാലന പോലും കിട്ടാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്നു എന്ന് നീ തിരിച്ചറിയണം. ഒന്ന് പള്ളിയിൽ പോകാൻ കൊതിക്കുന്ന പേരൻസ് ഒരുപാടുണ്ട്, സാധിക്കുന്നില്ല അവർ. വീട്ടിൽ വണ്ടിയൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട്, ഓടിക്കാൻ ഡ്രൈവറില്ല. വയറ് നിറച്ച് രുചികരമായ ഭക്ഷണം കഴിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതൊന്നും പ്രാപ്യമാക്കി കൊടുക്കാൻ നീ കൂടെ ഉണ്ടായിരുന്നപ്പോഴും ഇപ്പോഴും അവരിലേറെ പേർക്കും സാധിക്കുന്നില്ല. രോഗങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ, ഒന്ന് പള്ളിയിൽ പോകാൻ, സമപ്രായക്കാരായ കൂട്ടുകാരുടെ അടുക്കൽ നിന്ന് ഓടിയെത്താനൊക്കെ കൊതിക്കുന്ന മനസ്സുകൾ ഇന്ന് തടയപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, ഇത്ര 1000 ബാങ്കിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ അവർക്ക് രൂപീകരിച്ചു കൊടുക്കാൻ നിനക്ക് പറ്റണുണ്ടോ എന്ന് നീ ചിന്തിക്കാറുണ്ട്. നിന്റെ കൂടെ താമസിക്കുന്ന മാതാപിതാക്കളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവർ പോകാൻ ആഗ്രഹിക്കുന്നിടത്ത് കഴിക്കാൻ ആഗ്രഹിക്കുന്നത്, നല്ല വസ്ത്രം, ഇതൊക്കെ നീ അവർക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ഇതൊന്നുമില്ലാതെ അമേരിക്കയിൽ നിന്ന് വിലപിടിപ്പുള്ള പൂവിൻ്റെ ബൊക്ക കൊടുത്താൽ നിന്റെ കടമ തീരുമോ? അവർക്ക് വേണ്ടിയിട്ട് ഗ്രിഗോറിയൻ കുർബാന ചൊല്ലി പ്രാർത്ഥിച്ചാൽ നിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിനക്ക് ഒഴിഞ്ഞു മാറാനാകുമോ? ഇതൊരു തലമാണ്. പല കാര്യങ്ങളിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. പള്ളിയുടെ കോമ്പൗണ്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കയറിയിരുന്നാൽ ഞായറാഴ്ച കുർബാന എന്ന തിരുസഭയുടെ 1-ാം പ്രമാണം പാലിച്ചു എന്നാണ് നീ കരുതി വച്ചിരിക്കുന്നത്. പള്ളിയുടെ മോണ്ടലത്തിലിരുന്ന് കുർബാന കാണുന്നത് തെറ്റൊന്നുമല്ല. പക്ഷെ മോണ്ടലത്തിലിരുന്ന് മൊബൈൽ ഫോണിൽ ഞെക്കി കളിക്കുന്ന, ചാറ്റിങ് നടത്തുന്ന നീ കുർബാനയിൽ എത്രമാത്രം സജീവമാണ് എന്ന് നീ ചിന്തിക്കുന്നു. നിനക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന ബലിയിൽ നീ ഭാഗവാക്കാണ്. ഒരു കാഴ്ചക്കാരൻ്റെ പോലും റോൾ ഏറ്റെടുക്കാൻ തയ്യാറാകാതെ നിന്റെ സ്വകാര്യതയിലേക്കും നിന്റെ കൂട്ടായ്മയിലേക്കും നീ തിരിഞ്ഞിട്ട് പള്ളിയിൽ പോയ ക്രിസ്ത്യാനിയാണ് എന്ന് അഭിമാനിക്കാൻ ഞെളിയാൻ നീ ആഗ്രഹിച്ചാൽ അതല്ല പ്രിയ മകനെ മകളെ നിനക്ക് വേണ്ടത്. ആത്മാർത്ഥത നിറഞ്ഞ ദൈവാരാധന അത് സാധ്യമാകുമ്പോഴാണ് നിന്നിലെ ദൈവം സംപ്രീതനായി മാറുക. നിനക്ക് ചുറ്റുമുള്ളവരെ കരുണയോടെ നോക്കാനും പൗലോസ്ലീഹ പറയുന്ന പോലെ നിന്റെ ഭാഷ ഹൃദ്യവും കരുണാമസ്തുതവുമാക്കി തീർക്കാൻ സാധിക്കുമ്പോഴൊക്കെയാണ് നീ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന വ്യക്തിയായി മാറുക. അപ്പം ഇത്തരം മേഖലകളിൽ ഒരു പൊളിച്ചെടുത്ത് നിന്റെ സ്വഭാവത്തിൽ, നിന്റെ അടിസ്ഥാന വ്യക്തിത്വത്തിൽ മാറ്റം ഇതൊക്കെ ആഗ്രഹിക്കുന്നു തമ്പുരാൻ. അത് പ്രാപ്യമാക്കാൻ, സാധ്യമാക്കാൻ നിന്നാലാകുന്നതെല്ലാം ചെയ്യണമെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.